ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 2016 BBA വിദ്യാർത്ഥികൾക്ക് ചോദിച്ച അക്കൗണ്ടിംഗ് ഫോർ മാനേജ്മെന്റ് എന്ന ക്വസ്റ്റ്യൻ പേപ്പറിലെ പാർട്ട് 4 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അതിനു മുമ്പ് എൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് വാച്ച് ചെയ്യുന്നതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ തന്നെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം. 29ാമത്തെ ചോദ്യം ചോദിക്കുന്നത്, ഫ്രം ദി ഫോളോയിങ് ഇൻഫർമേഷൻ പ്രിപ്പയർ എ ബാലൻസ് ഷീറ്റ് ഷോ ദി വർക്കിംഗ്സ്. Working capital ₹75,000, reserve and surplus 1 lakh, bank overdraft 60,000, current ratio 1.75, liquid ratio 1.15, fixed to proprietors fund 0.75, long term liabilities nil. ഇത്രയും ഐറ്റംസ് ആണ് നമുക്ക് തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് തന്ന ഐറ്റംസ് ഒന്നുകൂടെ നോട്ട് ചെയ്യാം. വർക്കിംഗ് ക്യാപിറ്റൽ എത്രയാണ്? 75,000 ആണ് വർക്കിംഗ് ക്യാപിറ്റൽ. ദെൻ റിസർവ് ആൻഡ് സർപ്ലസ് എത്രയാണ്? 1 lakh ആണ് റിസർവ് ആൻഡ് സർപ്ലസ്. ദെൻ ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് ഈസ് ഈക്വൽ ടു എത്രയാണ്? 60,000 ആണ്. ദെൻ നെക്സ്റ്റ് കറണ്ട് റേഷ്യോ ഈസ് ഈക്വൽ ടു 1.75 ആണ്. ദെൻ ലിക്വിഡ് റേഷ്യോ ഈസ് ഈക്വൽ ടു 1.15 ആണ്. ദെൻ ഫിക്സ്ഡ് ടു പ്രൊപ്പറേറ്റേഴ്സ് ഫണ്ട്. ഫിക്സ്ഡ് ടു പ്രൊപ്പറേറ്റേഴ്സ് ഫണ്ട് എത്രയാണ്? 0.75 ആണ്. ദെൻ ലോങ് ടേം ലാബിലിറ്റീസ് എന്താണ്? നില്ലാണ്. ലോങ് ടേം ലാബിലിറ്റീസ് നില്ലാണ്. ദെൻ നിങ്ങളോട് ക്വസ്റ്റ്യനിൽ പറയുന്നത് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാനാണ് പറയുന്നത്. ഒരു ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാനായിട്ട് ഇതിലുള്ള ഓരോ ഐറ്റംസിനെയും നമ്മൾ കണ്ടെത്തണം. ഓക്കെ, ഫസ്റ്റ് നമുക്ക് വർക്കിംഗ് ക്യാപിറ്റൽ തന്നിട്ടുണ്ട്. വർക്കിംഗ് ക്യാപിറ്റൽ തന്നു കഴിഞ്ഞാൽ നമുക്ക് കറണ്ട് അസറ്റിനെയും കറണ്ട് ലാബിലിറ്റീസിനെയും കണ്ടെത്താൻ സാധിക്കും. കാരണം വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറണ്ട് അസറ്റ് മൈനസ് കറണ്ട് ലാബിലിറ്റീസ് ആണ്. അപ്പോൾ ഇവിടെ കറണ്ട് റേഷ്യോ നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണ്? 1.75 ആണ്. 1.75 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1.75:1 എന്നാണ്. അപ്പോൾ ഇവിടെ 1.75 എന്നുള്ളത് റെപ്രസെൻ്റ് ചെയ്യുന്നത് എന്തിനെയാണ്? കറണ്ട് അസറ്റിനെയും. ദെൻ 1 റെപ്രസെൻ്റ് ചെയ്യുന്നത് കറണ്ട് ലാബിലിറ്റിയെയുമാണ്. ഓക്കെ, അതായത് കറണ്ട് റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറണ്ട് അസറ്റ് ഡിവൈഡ് ബൈ കറണ്ട് ലാബിലിറ്റിയാണ്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് വർക്കിംഗ് ക്യാപിറ്റൽ കണ്ടെത്താനുള്ള ഇക്വേഷൻ എന്താണ്? വർക്കിംഗ് ക്യാപിറ്റൽ ഈസ് ഈക്വൽ ടു കറണ്ട് അസറ്റ് മൈനസ് കറണ്ട് ലാബിലിറ്റി ആണ്. അതായത് ഇവിടെ 1.75 മൈനസ് 1 ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ പ്രൊപ്പോർഷൻ എത്ര വരും? 0.75 വരും. ഓക്കെ അല്ലേ? ഇനി നമുക്കിവിടെ കറണ്ട് അസറ്റ് കണ്ടെത്താനായിട്ട് കറണ്ട് അസറ്റ് ഈസ് ഈക്വൽ ടു 75,000, അതായത് വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ എമൗണ്ട് ഇൻറ്റു കറണ്ട് അസറ്റ് ആണ് നമുക്ക് കണ്ടെത്തേണ്ടത്. അതിൻ്റെ പ്രൊപ്പോർഷൻ 1.75 ആണ്. ഇൻറ്റു 1.75 ഡിവൈഡഡ് ബൈ വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ എമൗണ്ട് ആണ് തന്നത്. അതിൻ്റെ പ്രൊപ്പോർഷൻ എത്രയാണ്? 0.75 ആണ്. ഓക്കെ, നമുക്ക് കറണ്ട് അസറ്റിൻ്റെ വാല്യൂ എത്ര കിട്ടും? 1,75,000 ആണെന്ന് കിട്ടും. ഇനി നമുക്ക് കണ്ടെത്തേണ്ടത് കറണ്ട് ലാബിലിറ്റി ആണ് അടുത്തത് കണ്ടെത്തേണ്ടത്. അതായത് കറണ്ട് ലാബിലിറ്റീസും കറണ്ട് അസറ്റും കണ്ടെത്തുന്നത് നമുക്ക് തന്നിട്ടുള്ള റേഷ്യോ വെച്ചുകൊണ്ട് ബാലൻസ് ഷീറ്റിലെ ഐറ്റംസ് ഉള്ള പരമാവധി ഐറ്റംസിനെ നമ്മൾ കണ്ടെത്തണം. എന്നിട്ടാണ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. ഇവിടെ കറണ്ട് ലാബിലിറ്റീസ് കണ്ടെത്താനായിട്ട് 75,000 ഇൻറ്റു 1 ഡിവൈഡഡ് ബൈ 0.75. 1 എന്ന് പറയുന്നത് കറണ്ട് ലാബിലിറ്റിയുടെ പ്രൊപ്പോർഷനാണ്. 0.75 എന്നുള്ളത് വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ പ്രൊപ്പോർഷനാണ്. അതുകൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി? ഇവിടെ കറണ്ട് ലാബിലിറ്റീസ് കിട്ടി. അതായത് ആൻസർ 1 lakh കിട്ടും. അപ്പോൾ കറണ്ട് അസറ്റ് കിട്ടി, കറണ്ട് ലാബിലിറ്റീസ് കിട്ടി. ഇനി നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്ന മറ്റൊരു റേഷ്യോ ആണ് ലിക്വിഡ് റേഷ്യോ എന്ന് പറയുന്നത്. ലിക്വിഡ് റേഷ്യോ 1.15 ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ആണ്. ഇവിടെ 1.15 കാണിക്കുന്നത് ലിക്വിഡ് അസറ്റിനെയും 1 കാണിക്കുന്നത് കറണ്ട് അസറ്റിനെയാണ്. ഇനി കറണ്ട് അസറ്റിൻ്റെ എമൗണ്ട് നമുക്കറിയാം 1 lakh ആണ്. അങ്ങനെയാണെങ്കിൽ ലിക്വിഡ് അസറ്റിൻ്റെ എമൗണ്ട് കാണാൻ 1 lakh ഇൻറ്റു എത്രയാണോ ലിക്വിഡ് അസറ്റിൻ്റെ പ്രൊപ്പോർഷൻ 1.15
ഡിവൈഡ് ബൈ കറണ്ട് ലാബിലിറ്റിയുടെ പ്രൊപ്പോർഷൻ എത്രയാണ്? 1 ആണ്. അപ്പം 1,15,000 എന്ത് കിട്ടും? ലിക്വിഡ് അസറ്റ് കിട്ടും. ഇനി ശ്രദ്ധിക്കുക, ലിക്വിഡ് അസറ്റും കറണ്ട് അസറ്റും നമുക്കറിയാമെങ്കിൽ സ്റ്റോക്ക് കണ്ടെത്താൻ സാധിക്കും. സ്റ്റോക്ക് ഈസ് ഈക്വൽ ടു എന്താണ്? കറണ്ട് അസറ്റ് മൈനസ് ലിക്വിഡ് അസറ്റ് ആണ്. അതായത് കറണ്ട് അസറ്റിൻ്റെ എമൗണ്ട് എത്രയാണ്? 1,75,000 ആണ്. മൈനസ് ലിക്വിഡ് അസറ്റിൻ്റെ എമൗണ്ട് എത്രയാണ്? 1,15,000 ആണ്. ഓക്കെ, അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് സ്റ്റോക്കിൻ്റെ എമൗണ്ട് എത്ര കിട്ടും? 60,000 ആണെന്ന് കിട്ടും. സ്റ്റോക്ക് ഈസ് ഈക്വൽ ടു 60,000 ആണ്. അപ്പോൾ ഇതിൽ കറണ്ട് റേഷ്യോയും ലിക്വിഡ് റേഷ്യോയും വെച്ചുകൊണ്ട് നമുക്ക് പരമാവധി കണ്ടെത്താൻ പറ്റുന്ന ഐറ്റംസിനെ നമ്മൾ കണ്ടെത്തി കഴിഞ്ഞു. ഓക്കെ, ഇതിനെ ജസ്റ്റ് ഒന്ന് മാറ്റി എഴുതാം. ഇവിടെ കറണ്ട് അസറ്റ് കിട്ടിയത് എത്രയാണ്? 1,75,000 ആണ്. കറണ്ട് ലാബിലിറ്റീസ് കിട്ടിയത് 1 lakh ആണ്. ദെൻ ലിക്വിഡ് അസറ്റ് കിട്ടിയത് എത്രയാണ്? 1,15,000 ആണ്. ദെൻ സ്റ്റോക്ക് കിട്ടിയത് എത്രയാണ്? 60,000 ആണ്. ഓക്കെ അല്ലേ? ഫിക്സ്ഡ് ടു പ്രൊപ്പറേറ്റേഴ്സ് ഫണ്ട് എന്ന് പറഞ്ഞാൽ ഫിക്സ്ഡ് അസറ്റ് ടു പ്രൊപ്പറേറ്റേഴ്സ് ഫണ്ടാണ്. അതായത് ഫിക്സ്ഡ് അസറ്റ് ഡിവൈഡഡ് ബൈ പ്രൊപ്പറേറ്റേഴ്സ് ഫണ്ടാണ് എന്ത്? ഫിക്സ്ഡ് അസറ്റ് ടു പ്രൊപ്പറേറ്റേഴ്സ് ഫണ്ട് റേഷ്യോ എന്ന് പറയുന്നത്. ഇവിടെ 0.75 എന്നാണ് തന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 ആണ്. ദെൻ ഇവിടെ 0.75 റെപ്രസെൻറ്റ് ചെയ്യുന്നത് എന്തിനെയാണ്? ഫിക്സ്ഡ് അസറ്റിനെയാണ്. 1 റെപ്രസെൻറ്റ് ചെയ്യുന്നത് പ്രൊപ്പറേറ്റേഴ്സ് ഫണ്ടാണ്. ഇനി ശ്രദ്ധിക്കുക, ഈ പ്രൊപ്പറേറ്റേഴ്സ് ഫണ്ട്, ഫിക്സ്ഡ് അസറ്റ് ടു പ്രൊപ്പറേറ്റേഴ്സ് ഫണ്ട് വെച്ചുകൊണ്ട് നമുക്ക് കണ്ടെത്താൻ പറ്റുന്ന ഐറ്റംസ്, ഒന്ന് ഫിക്സ്ഡ് അസറ്റിനെ കണ്ടെത്താം, പ്രൊപ്പറേറ്റേഴ്സ് ഫണ്ടിനെയും കണ്ടെത്താം. ഇവിടെ ഫിക്സ്ഡ് അസറ്റ് ടു പ്രൊപ്പറേറ്റേഴ്സ് ഫണ്ട് കണ്ടെത്താൻ അതുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു ഐറ്റം ക്വസ്റ്റ്യൻസിൽ തന്നിട്ടുണ്ടോ എന്ന് നമ്മൾ നോക്കണം. അതിന് തന്നിട്ടുള്ളത് വർക്കിംഗ് ക്യാപിറ്റലാണ്. ക്വസ്റ്റ്യനിൽ ലോങ് ടേം ലാബിലിറ്റീസ് നമുക്ക് തന്നിട്ടില്ലെങ്കിൽ പ്രൊപ്പറേറ്റേഴ്സ് ഫണ്ട് ഈസ് ഈക്വൽ ടു വർക്കിംഗ് ക്യാപിറ്റൽ പ്ലസ് ഫിക്സ്ഡ് അസറ്റ് ആണ്. വർക്കിംഗ് ക്യാപിറ്റൽ ക്വസ്റ്റ്യനിൽ ഉള്ളത് കൊണ്ട് ഈ പ്രൊപ്പറേറ്റേഴ്സ് ഫണ്ടും ഫിക്സ്ഡ് അസറ്റും നമുക്ക് കണ്ടെത്താൻ സാധിക്കും. ഇനി ശ്രദ്ധിക്കുക, ഇതിൽ പ്രൊപ്പറേറ്റേഴ്സ് ഫണ്ടിൻ്റെ പ്രൊപ്പോർഷൻ എത്രയാണ്? 1 ആണ്. ഇനി വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ പ്രൊപ്പോർഷൻ നമുക്കറിയില്ല. ഫിക്സ്ഡ് അസറ്റിൻ്റെ പ്രൊപ്പോർഷൻ എത്രയാണ്? 0.75 ആണ്. അങ്ങനെയാണെങ്കിൽ വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ പ്രൊപ്പോർഷൻ എത്രയാകണം? 0.25 ആവണം. ഓക്കെ, അതായത് ഇവിടെ വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ പ്രൊപ്പോർഷൻ നിങ്ങൾ കണ്ടെത്താൻ എന്ത് ചെയ്താൽ മതി? പ്രൊപ്പറേറ്റേഴ്സ് ഫണ്ട് മൈനസ് ഫിക്സ്ഡ് അസറ്റ് കണ്ടാൽ മതി. ദാറ്റ് ഈസ് 1 മൈനസ് 0.75 ദാറ്റ് ഈസ് ഈക്വൽ ടു 0.25 കിട്ടും. ഓക്കെ, അതായത് നമുക്ക് വർക്കിംഗ് ക്യാപിറ്റൽ മാത്രമേ ഇതിൽ അറിയുള്ളൂ. അപ്പോൾ ഈ വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ പ്രൊപ്പോർഷൻ എത്രയാണ് ഈ റേഷ്യോയിൽ നിന്ന് കണ്ടെത്തണം. അതിനാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. അതായത് 0.75:1 ആണ് റേഷ്യോ. ഈ റേഷ്യോയിൽ വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ പ്രൊപ്പോർഷൻ എത്രയാണെന്ന് കണ്ടെത്തുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് കിട്ടും? 1 മൈനസ് 0.75 കണ്ടു കഴിഞ്ഞാൽ 0.25 കിട്ടും. ഈ ഒരു ഇക്വേഷനെ ബേസ് ചെയ്തുകൊണ്ടാണ് അത് കണ്ടെത്തിയത്. ഓക്കെ, ഇനി നമുക്കിവിടെ ഒരു ഐറ്റം കണ്ടെത്താൻ, ഇപ്പം പ്രൊപ്പറേറ്റേഴ്സ് ഫണ്ടാണ് കണ്ടെത്തേണ്ടതെങ്കിൽ പ്രൊപ്പറേറ്റേഴ്സ് ഫണ്ട് ഈസ് ഈക്വൽ ടു എന്ത് വരും? വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ എമൗണ്ട് എത്രയാണ്? 75,000 ആണ്. ഇൻറ്റു പ്രൊപ്പറേറ്റേഴ്സ് ഫണ്ട് എത്രയാണ്? 1 ആണ്. ഡിവൈഡഡ് ബൈ 0.25 ആണ് ഇവിടെ വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ പ്രൊപ്പോർഷൻ. 0.25 ആണ്. അങ്ങനെയാകുമ്പോൾ നമുക്ക് പ്രൊപ്പറേറ്റേഴ്സ് ഫണ്ടിൻ്റെ എമൗണ്ട് കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു എത്ര കിട്ടും? 3 lakh എന്ന് നമുക്ക് എമൗണ്ട് കിട്ടും പ്രൊപ്പറേറ്റേഴ്സ് ഫണ്ട്. ഇനി ശ്രദ്ധിക്കുക, പ്രൊപ്പറേറ്റേഴ്സ് ഫണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയാണ്? ഷെയർ ക്യാപിറ്റൽ പ്ലസ് എന്താണ്? റിസർവ് ആൻഡ് സർപ്ലസ് ആണ്. ഓക്കെ, ഷെയർ ക്യാപിറ്റൽ പ്ലസ് റിസർവ് ആൻഡ് സർപ്ലസ് ആണ്. ക്വസ്റ്റ്യനിൽ റിസർവ് ആൻഡ് സർപ്ലസ് തന്നിട്ടുണ്ടല്ലോ. അപ്പോൾ ഷെയർ ക്യാപിറ്റലിൻ്റെ എമൗണ്ട് എത്രയായിരിക്കും? ഷെയർ ക്യാപിറ്റൽ ഈസ് ഈക്വൽ ടു 3 lakh ദാറ്റ് ഈസ് പ്രൊപ്പറേറ്റേഴ്സ് ഫണ്ട്. അതിൽ നിന്നും എന്ത് കുറക്കുന്നു? നമ്മൾ റിസർവ് ആൻഡ് സർപ്ലസിൻ്റെ എമൗണ്ട് 1 lakh കുറക്കുന്നു. അപ്പോൾ 2 lakh ആണ് ഷെയർ ക്യാപിറ്റലിൻ്റെ എമൗണ്ട് എന്ന് കിട്ടും. മനസ്സിലായില്ലേ? അതായത് പ്രൊപ്പറേറ്റേഴ്സ് ഫണ്ട് എന്ന് പറഞ്ഞാൽ ഷെയർ ക്യാപിറ്റൽ പ്ലസ് റിസർവ് ആൻഡ് സർപ്ലസ് ആണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ഇതിൽ നിന്ന് ഷെയർ ക്യാപിറ്റൽ കാണാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? പ്രൊപ്പറേറ്റേഴ്സ് ഫണ്ടിൽ നിന്നും റിസർവ് ആൻഡ് സർപ്ലസ് കുറച്ചാൽ നമുക്ക് ഷെയർ ക്യാപിറ്റലിൻ്റെ എമൗണ്ട് കിട്ടും. ദെൻ നെക്സ്റ്റ് ഇതിൽ കാണാൻ പറ്റുന്ന ഐറ്റം ഫിക്സ്ഡ് അസറ്റ് ആണ്. ഫിക്സ്ഡ് അസറ്റ് ഈസ് ഈക്വൽ ടു
75,000, അതായത് വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ എമൗണ്ട് ഇൻറ്റു ഫിക്സ്ഡ് അസറ്റിൻ്റെ പ്രൊപ്പോർഷൻ എത്രയാണ് ഇവിടെ? ഫിക്സ്ഡ് അസറ്റിൻ്റെ പ്രൊപ്പോർഷൻ 0.75 ആണ്. ഡിവൈഡഡ് ബൈ 75,000ൻ്റെ പ്രൊപ്പോർഷൻ എത്രയാണ്? 0.25 ആണ്. നമുക്ക് ഫിക്സ്ഡ് അസറ്റിൻ്റെ എമൗണ്ട് കിട്ടുമല്ലോ, 2,25,000 എന്ന് ഫിക്സ്ഡ് അസറ്റിൻ്റെ എമൗണ്ട് കിട്ടും. അപ്പോൾ നമ്മൾ വീണ്ടും കണ്ടെത്തിയ ഐറ്റംസ് ഒന്ന് മാറ്റി എഴുതാം. പ്രൊപ്പറേറ്റേഴ്സ് ഫണ്ട് കിട്ടി, അതായത് എത്രയാണ്? 3 lakh ആണ്. ഇനി ഷെയർ ക്യാപിറ്റൽ എത്രയാണ്? ഷെയർ ക്യാപിറ്റൽ ഈസ് ഈക്വൽ ടു 2 lakh ആണ്. ദെൻ ഫിക്സ്ഡ് അസറ്റ് ഈസ് ഈക്വൽ ടു 2,25,000 ആണ്. അപ്പോൾ ഇത്രയും ഐറ്റംസ് വീണ്ടും കിട്ടി. റേഷ്യോയിൽ തന്ന മാക്സിമം ഐറ്റംസ് നമുക്ക് കിട്ടി. ഇനി നമ്മളൊരു ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നു. ജസ്റ്റ് ഒരു ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാം. ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാനാണ് ചോദിച്ചിട്ടുള്ളത്. എസ്എ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇവിടെ ബാലൻസ് ഷീറ്റ്, സാധാരണ ബാലൻസ് ഷീറ്റ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നു. ഇവിടെ അസറ്റ് സൈഡിൽ ഫസ്റ്റ് എന്ത് വരും? ഫിക്സ്ഡ് അസറ്റ് കാണിക്കുന്നു. ഫിക്സ്ഡ് അസറ്റ് എത്രയാണ് ഇവിടെ? 2,25,000 ആണ്. ഓക്കെ, ഇനി അസറ്റ് സൈഡിൽ വരുന്ന ഐറ്റംസ് നമുക്ക് തന്നിട്ടുള്ള ഐറ്റംസിൽ അസറ്റുകളായിട്ട് വരുന്നത് കറണ്ട് അസറ്റാണ്. കറണ്ട് അസറ്റിൽ ഒന്നാമത്തെ വരുന്നത് എന്താണ്? സ്റ്റോക്കാണ്. സ്റ്റോക്ക് ഈസ് ഈക്വൽ ടു എത്രയാണ്? 60,000 ആണ്. ഇനിയോ ബാക്കി വരുന്നത് 1,75,000 അല്ലേ മൊത്തം വരുന്നത് കറണ്ട് അസറ്റ്. ഇനി ബാക്കി വരുന്ന കറണ്ട് അസറ്റുകൾ എന്ത് കൊടുക്കുന്നു? അതേഴ്സ് എന്നും പറഞ്ഞിട്ട് കൊടുക്കുന്നു. 1,15,000 എന്താണ്? അതർ കറണ്ട് അസറ്റാണ്. ഓക്കെ അല്ലേ? ഇനി അസറ്റുകളിൽ വരുന്ന ഐറ്റംസ് വേറെ ഐറ്റംസ് ഒന്നുമില്ല. അപ്പോൾ നമുക്ക് ഇനി ലാബിലിറ്റി സൈഡിലേക്ക് പോകാം. ലാബിലിറ്റി സൈഡിൽ ഫസ്റ്റ് വരുന്നത് ഷെയർ ക്യാപിറ്റലാണ്. ഷെയർ ക്യാപിറ്റൽ എത്രയാണ്? നമ്മളിപ്പം കണ്ടെത്തി 2 lakh ആണ്. ഇനി റിസർവ് ആൻഡ് സർപ്ലസ് എന്നുള്ളത് ക്വസ്റ്റ്യനിൽ ഓൾറെഡി തന്നിട്ടുണ്ട്. എത്രയാണ്? 1 lakh ആണ്. ഇനി നെക്സ്റ്റ് വരുന്നത് കറണ്ട് ലാബിലിറ്റി ആണ്. കറണ്ട് ലാബിലിറ്റീസ് ആണ്. കറണ്ട് ലാബിലിറ്റീസിൽ നിങ്ങളെ ക്വസ്റ്റ്യനിൽ ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് എന്നും പറഞ്ഞിട്ട് എത്ര തന്നിട്ടുണ്ട്? 60,000 തന്നിട്ടുണ്ട്. നമ്മുടെ കറണ്ട് ലാബിലിറ്റിയുടെ എമൗണ്ട് എത്രയാണ്? 1 lakh ആണ്. അപ്പോൾ അതർ കറണ്ട് ലാബിലിറ്റീസ്, അതേഴ്സ് എന്നും പറഞ്ഞിട്ട് എന്ത് കാണിക്കുന്നു? 40,000 കാണിക്കുന്നു. അതായത് 1 lakh മൈനസ് എന്ത് വരും? 60,000, 40,000 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഏകദേശം എല്ലാ ഐറ്റംസും നമുക്ക് കിട്ടി. ഇനി ഇതിനെ എന്ത് ചെയ്യുന്നു? നമ്മൾ ടോട്ടൽ ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ടോട്ടൽ ചെയ്ത് കഴിഞ്ഞാൽ 2 lakh, 3 lakh, 4 lakh കിട്ടും. ലാബിലിറ്റി സൈഡ് 4 lakh കിട്ടും. ഓക്കെ, ഇനി അസറ്റ് സൈഡിൽ ഫിക്സ്ഡ് അസറ്റ് 2,20,000, സ്റ്റോക്ക് 60, 1,15,000. ഇവിടെയും നമ്മൾ കൂട്ടിക്കഴിഞ്ഞാൽ എന്ത് കിട്ടും? 4,00,000 കിട്ടും. അപ്പോൾ ഇതാണ് 29ാമത്തെ ചോദ്യത്തിൽ ചോദിച്ചത്. വളരെ ഈസി ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. കുറച്ച് റേഷ്യോസ് തന്നിട്ട് അതിൻ്റെ ഐറ്റംസ് കണ്ടെത്തലാണ്. ഇത് മിക്കവാറും എല്ലാ ക്വസ്റ്റ്യനിലും ഇത്തരത്തിലുള്ള ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കും. അപ്പോൾ ഈ ഒരു മെത്തേഡ് നിങ്ങൾ മനസ്സിലാക്കുക. സിമ്പിളായിട്ട് ചെയ്യാം, ആ ബാലൻസ് ഷീറ്റിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ടാണ്. ഇനി ചില സമയത്ത് നിങ്ങളോട് ചോദിക്കുന്നത് പ്രൊപ്പറേറ്റേഴ്സ് ഫണ്ട് എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യാനായിരിക്കും. അത് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ഇനി നെക്സ്റ്റ് നിങ്ങളോട് ചോദിച്ചത് 30ാമത്തെ ചോദ്യത്തിൽ വാട്ട് ഈസ് ദി സ്കോപ്പ് ഓഫ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് എന്നുള്ളതാണ്. ഈ സ്കോപ്പ് ഓഫ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ്. ആദ്യമായിട്ട് സ്കോപ്പ് ഓഫ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൽ നമ്മൾ പറയുന്ന സമയത്ത് എന്താണ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് എന്ന് പറയണം. അതായത് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് മീൻസ് ഇറ്റ് ഈസ് എൻ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ വിച്ച് ഈസ് യൂസ്ഫുൾ ടു മാനേജ്മെൻറ്റ് ഫോർ ഡിസിഷൻ മേക്കിംഗ്. ജനറലി സാധാരണ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്, കോസ്റ്റ് അക്കൗണ്ടിങ് ഒക്കെ മാനേജ്മെൻറ്റ് അക്കൗണ്ടൻറ്റിന് ഇൻഫർമേഷൻ ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഇൻഫർമേഷൻ കിട്ടാത്തത് കൊണ്ട് തന്നെ പുതിയൊരു ബ്രാഞ്ച് അറൈസ് ചെയ്തതാണ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്ന പാർട്ട്. അതായത് ഇതിൻ്റെ മെയിനായിട്ടുള്ള ഉദ്ദേശം എന്താണ്? ടു പ്രൊവൈഡ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ ഫോർ ദി പേർപ്പസ് ഓഫ് ഡിസിഷൻ മേക്കിംഗ്. ദെൻ നെക്സ്റ്റ് നമ്മുടെ ടോപ്പിക്ക് സ്കോപ്പ് ഓഫ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ആണ്. ഈ സ്കോപ്പ് ഓഫ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് പറയുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഒബ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ ഫീച്ചേഴ്സ് കൂടെ എസ്എ ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഒബ്ജക്റ്റീവ്സ് ഓഫ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒബ്ജക്റ്റീവ്സുകളിൽ വരുന്നത് ഒന്നാമത്തത് ടു ഹെൽപ്സ് ഇൻ പ്ലാനിങ് ആണ്. ദെൻ സെക്കൻഡ് വൺ വരുന്നത് ടു ഹെൽപ്സ് ഇൻ റിപ്പോർട്ടിംഗ്. ദെൻ നെക്സ്റ്റ് തേർഡ് വൺ വരുന്നത് ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ഡാറ്റ. ദെൻ നെക്സ്റ്റ്
motivation of employees, then to help in organizing, then decision making, then internal auditing, then communication, coordination and controlling. ഇത്രയും ഐറ്റംസ് ആണ് ഒബ്ജക്റ്റീവ്സ് ഓഫ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൽ വരുന്നത്. ഈ ഒരു സംഭവം നിങ്ങൾ ഓർമ്മിക്കാനായിട്ട് നിങ്ങൾ ജസ്റ്റ് ഇതേപോലെ ഒരു കോഡ് ഓർമ്മിച്ചാൽ മതി. പ്രൈം മിനിസ്റ്റർ മോഡി C3 എന്ന് ഓർമ്മിച്ചാൽ മതി. അതായത് പ്രൈം മിനിസ്റ്റർ മോഡി C3 എന്ന് ഓർമ്മിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ഓർമ്മിക്കാൻ പറ്റും? ഒബ്ജക്റ്റീവ്സ് ഓഫ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ഓർമ്മിക്കാൻ സാധിക്കും. അതായത് P എന്നുള്ളത് പ്ലാനിംഗ് ആണ്, R എന്നുള്ളത് റിപ്പോർട്ടിംഗ് ആണ്, I എന്നുള്ളത് ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ഡാറ്റയാണ്, ദെൻ മോട്ടിവേഷൻ ഓഫ് എംപ്ലോയീസ്, ഓർഗനൈസിങ്, ഡിസിഷൻ മേക്കിംഗ്, ഇൻറ്റേർണൽ ഓഡിറ്റിംഗ്, കമ്മ്യൂണിക്കേഷൻ, കോർഡിനേഷൻ ആൻഡ് C3 3 Cകൾ സൂചിപ്പിക്കുന്നു. അപ്പോൾ ഒബ്ജക്റ്റീവ്സ് ഓഫ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് സിമ്പിളായിട്ട് നിങ്ങൾക്ക് കോഡ് വെച്ചുകൊണ്ട് ഓർമ്മിക്കാം. പ്രൈം മിനിസ്റ്റർ മോഡി C3 എന്ന് ഓർമ്മിച്ചാൽ നിങ്ങൾക്ക് ആൻസർ കിട്ടുന്നതാണ്. ഇനി നെക്സ്റ്റ് നമുക്ക് സ്കോപ്പ് ഓഫ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിലേക്ക് വരാം. സ്കോപ്പ് ഓഫ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൽ ഫസ്റ്റ് വൺ ആണ് കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. ജനറലി കോസ്റ്റ് അക്കൗണ്ടിങ് ഡീൽസ് വിത്ത് കോസ്റ്റ് അസർട്ടൈൻമെൻറ്റ് ആൻഡ് കോസ്റ്റ് കൺട്രോൾ. സാധാരണ ടു നോ അബൌട്ട് ദി പെർ യൂണിറ്റ് കോസ്റ്റ് ഓഫ് എ പ്രോഡക്റ്റ്, നമ്മളൊരു പ്രൊഡക്റ്റിൻ്റെ പെർ യൂണിറ്റ് കോസ്റ്റ് എത്രയാണ്, അതേപോലെ തന്നെ സ്ഥാപനത്തിലുള്ള കോസ്റ്റുകളിലെ മൊത്തത്തിലുള്ള കൺട്രോളുകളും ചെയ്യാൻ വേണ്ടിയിട്ടാണ് കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്ന ബ്രാഞ്ച് അറൈസ് ചെയ്തത്. മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് സാധാരണ കോസ്റ്റ് അക്കൗണ്ടിങ്ങിലുള്ള ഇൻഫർമേഷൻ എന്ത് ചെയ്യുന്നുണ്ട്? യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതും ഒരു മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ഒരു സ്കോപ്പിൽ വരുന്നതാണ് കോസ്റ്റ് അക്കൗണ്ടിങ്. കാരണം അതിൽ വരുന്ന സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ്, അങ്ങനെയുള്ള മാർജിനൽ കോസ്റ്റിംഗ്, ഇങ്ങനെയുള്ള പാർട്ടൊക്കെ അപ്ലൈ ചെയ്തുകൊണ്ടാണ് മാനേജ്മെൻറ്റ് അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഒന്നാമത്തതാണ് എന്ത്? കോസ്റ്റ് അക്കൗണ്ടിങ്. ദെൻ നെക്സ്റ്റ് രണ്ടാമത്താണ് ബഡ്ജറ്റിംഗ് ആൻഡ് ഫോർകാസ്റ്റിംഗ്. അതായത് ബഡ്ജറ്റിംഗ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ പ്രീ ഡിറ്റർമൈൻഡ് പ്ലാൻ, പ്രീ പ്ലാൻഡ് ആണ്. അതായത് നമ്മൾ പ്രീ ഡിറ്റർമൈൻഡ് പ്ലാൻ ഫോർ ഫ്യൂച്ചറാണ്. ഫ്യൂച്ചറിലേക്കുള്ള മുൻകൂട്ടി നമ്മൾ തയ്യാറാക്കുന്ന പ്ലാനാണ് ബേസ്ഡ് ഓൺ പാസ്റ്റ് ആൻഡ് പ്രസൻറ്റ് കണ്ടീഷൻ. ഇനി ഫോർകാസ്റ്റിംഗ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആൻ എസ്റ്റിമേഷൻ ഓഫ് ഫ്യൂച്ചറാണ്. അപ്പോൾ ഈ ഒരു കാര്യവും മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ മറ്റൊരു സ്കോപ്പിൽ വരുന്നതാണ്. നെക്സ്റ്റ് വൺ ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ഡാറ്റയാണ്. മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ മെയിൻ ഒരു ഫംഗ്ഷനിൽ വരുന്നതാണ് എന്ത്? ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ഡാറ്റ എന്ന് പറയുന്നത്. അതായത് നമ്മളൊരു റേഷ്യോ സപ്പോസ് കണ്ടെത്തി കഴിഞ്ഞാൽ അതിനവസാനത്തിൽ നമ്മൾ സ്റ്റാൻഡേർഡിനെ ബേസ് ചെയ്തുകൊണ്ട് ഇതിനെ ഇൻ്റർപ്രറ്റ് ചെയ്യും. മീൻസ് ഗിവിങ് എക്സ്പ്ലനേഷൻ അബൌട്ട് ദി അച്ചീവ്ഡ് ഡാറ്റ. നമുക്ക് കിട്ടിയ ഡാറ്റയെക്കുറിച്ചൊരു എക്സ്പ്ലനേഷൻ പ്രൊവൈഡ് ചെയ്യുന്നു. അതിനെയാണ് ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ഡാറ്റ എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് മറ്റൊന്ന് വരുന്നത് റിപ്പോർട്ടിംഗ് ആണ്. മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് സാധാരണ ചെയ്യുന്നത് റിപ്പോർട്ടിംഗ് എന്ന് പറയുന്ന മറ്റൊരു ഫംഗ്ഷനുമാണ്. മാനേജ്മെൻറ്റിന് ഇൻഫർമേഷൻ എന്ത് ചെയ്യുന്നു? നമ്മൾ റിപ്പോർട്ടായിട്ട് സബ്മിറ്റ് ചെയ്യുന്നു. ദെൻ നെക്സ്റ്റ് വൺ വരുന്നത് ഇൻറ്റേർണൽ ഓഡിറ്റിംഗ് ആണ്. മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് മെയിനായിട്ട് പ്രിപ്പയർ ചെയ്യുന്നത് ഇൻറ്റേർണൽ ഓഡിറ്റിംഗ് നടത്താനാണ്. എക്സ്റ്റേണൽ പാർട്ടീസിനല്ല, ഇൻറ്റേർണൽ ആയിട്ടുള്ള ഓഡിറ്റിങ്ങുകൾ നടത്താൻ വേണ്ടിയിട്ടാണ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് പ്രിപ്പയർ ചെയ്യുന്നത്. വേറൊന്ന് ടാക്സ് അക്കൗണ്ടിങ് ആണ്. ടാക്സ് റിലേറ്റഡ് ഇൻഫർമേഷൻ കണ്ടെത്താനായിട്ടും നമ്മൾ എന്ത് ചെയ്യും? മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് പ്രിപ്പയർ ചെയ്യും. ദെൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്സ് ആൻഡ് മെത്തേഡ്സ് ആണ്. നമ്മൾ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൽ ഒരുപാട് സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്സുകൾ, ഗെയിം തിയറി, അതേപോലെയുള്ള ലീനിയർ പ്രോഗ്രാമിംഗ് പോലെയുള്ള ഒരുപാട് ടെക്നിക്സുകൾ അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതും എന്താണ്? സ്കോപ്പ് ഓഫ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൽ വരുന്ന മറ്റൊരു ഏരിയ ആണ്. മറ്റൊന്ന് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ആണ്. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ഡീൽസ് വിത്ത് അസർട്ടൈൻമെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ് ആൻഡ് ഫിനാൻഷ്യൽ പൊസിഷൻ. ഒരു സ്ഥാപനത്തിൻ്റെ ഫിനാൻഷ്യൽ പൊസിഷനും പ്രോഫിറ്റ് ഓർ ലോസും കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫൈനൽ അക്കൗണ്ട്സ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൽ റേഷ്യോ അനാലിസിസ്, അതല്ലെങ്കിൽ കമ്പാരിറ്റീവ്, ഫണ്ട് ഫ്ലോ, അതേപോലെ തന്നെ അങ്ങനെയുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിലുള്ള ഡാറ്റകൾ, ബാലൻസ് ഷീറ്റ്, പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട്, ഇതൊക്കെ അപ്ലൈ ചെയ്തുകൊണ്ടാണ് നമ്മൾ കണ്ടെത്തുന്നത്. അപ്പോൾ അതും ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്നുള്ളതും മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ഒരു സ്കോപ്പിൽ വരുന്നതാണ്. ദെൻ ഓഫീസ് സർവീസസ്. ദെൻ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ മറ്റൊരു സ്കോപ്പാണ് ഓഫീസ് സർവീസസ്. ഇറ്റ് ഡീൽസ് വിത്ത് വാരിയസ് ഓഫീസ് സർവീസസ്. ദെൻ നെക്സ്റ്റ് വൺ ആണ് കോസ്റ്റ് കൺട്രോൾ. ഒരു സ്ഥാപനത്തിലുള്ള കോസ്റ്റ് കൺട്രോൾ ചെയ്യുക എന്നുള്ളതും മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ മറ്റൊരു സ്കോപ്പിൽ വരുന്നതാണ്. അപ്പോൾ ഇത്രയും പോയിൻറ്റ്സുകൾ നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ആൻസറുകൾ ആകുന്നതാണ്. അപ്പോൾ ഇത്രയും പോയിൻറ്റ്സുകൾ നിങ്ങൾക്ക് ഒരുമിച്ച് ഓർമ്മിക്കാൻ ഉള്ള ഒരു ട്രിക്സ് ഞാൻ പറഞ്ഞു തരാം. അതായത് CBI reads
ഫോക്കസ്ഡ് എന്ന് ഓർമ്മിച്ചാൽ മതി. CBI റിറ്റ്സ് ഫോക്കസ്ഡ്. ഈ യൂസ്ഡ് എന്നുള്ള അവസാനത്തെ യൂസ്ഡ് ഒഴിവാക്കുന്നു. ഇത്രയും ടേമുകൾ CBI റിറ്റ്സ് ഫോക്ക് എന്ന് വരെയുള്ളത് ഓർമ്മിച്ചാൽ മതി. അതായത് CBI റിറ്റ്സ് ഫോക്കസ്ഡ് ഈ ഒരു ടേം, ഈ ഒരു കോഡ് നിങ്ങൾ ഓർമ്മിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? സ്കോപ്പ് ഓഫ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് പഠിക്കാൻ സാധിക്കും. അതായത് C റെപ്രസെൻറ്റ് ചെയ്യുന്നത് കോസ്റ്റ് അക്കൗണ്ടിങ്, B ബജറ്റിംഗ് ആൻഡ് ഫോർകാസ്റ്റിംഗ്, ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ഡാറ്റയാണ് I, R റിപ്പോർട്ടിംഗ് ആണ്, I ഇൻറ്റേർണൽ ഓഡിറ്റിംഗ് ആണ്, T ടാക്സ് അക്കൗണ്ടിംഗ് ആണ്, സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക് ആൻഡ് മെത്തേഡ്സ് ആണ്, F ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ് ആണ്, O ഓഫീസ് സർവീസ് ആണ്, C കോസ്റ്റ് കൺട്രോൾ ആണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു കോഡ് നിങ്ങൾ ഓർമ്മിച്ചാൽ നിങ്ങൾക്ക് പെട്ടെന്ന് ആൻസർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഒബ്ജക്റ്റീവ്സ് ഓഫ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിംഗ് അറിയാനായിട്ട് നിങ്ങൾ ഓർമ്മിക്കേണ്ട കോഡാണ് പ്രൈം മിനിസ്റ്റർ മോഡി C3 എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഓർമ്മിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒബ്ജക്റ്റീവ്സ് ഓഫ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിംഗ് അറിയാൻ പറ്റും. ദെൻ CBI റിറ്റ്സ് ഫോക്കസ്ഡ് എന്ന് ഓർമ്മിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്കോപ്പ് ഓഫ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങും ഓർമ്മിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. 2016 പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3, പാർട്ട് 4 ഈ 4 ഏരിയയും നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇതേ പാറ്റേണിലാണ് സാധാരണ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് എന്ന ക്വസ്റ്റ്യൻ പേപ്പറിൽ BBA അതുപോലെ തന്നെ BCom വിദ്യാർത്ഥികൾക്ക് ചോദിക്കുന്നത്. ഈ ഒരു ക്വസ്റ്റ്യൻ ഞാൻ ഡിസ്കസ് ചെയ്ത് വെച്ച് പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് പാസ്സാവേണ്ട മാർക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, അതോടൊപ്പം ഷെയർ ചെയ്യുക. വീണ്ടും പുതിയ ക്ലാസ്സുമായി നമുക്ക് കാണാം. താങ്ക്